ഒന്ന് പരിചയപ്പെടുത്തരാമോ? ഞങ്ങളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു. ഇതാണ് മണവാളൻ കിരൺ കെട്ടിക്കാരൻ. നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയറായി കല്യാണം നടത്തി സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ടിനോട് വന്നതിനും ബ്ലെസ്സിങ്സിനും എല്ലാം നന്ദി. ഇനി ബാക്കി അവളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ നമ്മുടെ അപ്ഡേറ്റ് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അതിനകത്ത് ഇനിയും കാണാം. എന്തിനാണ് കല്യാണത്തിന് ടെൻഷൻ ഇല്ലായിരുന്നു. എല്ലാം ടൈമിംഗ് ആയിരുന്നു പ്രശ്നം. ഭയങ്കര ഓട്ടോ ആയിരുന്നു. ടെൻഷൻ കുഴപ്പമില്ല. രാവിലത്തെ മഴയൊക്കെ ഇച്ചിരി ഞങ്ങളെ ഓൾ ഗുഡ്. വന്നിട്ട് പെട്ടെന്ന് ഒരു ടൈം അധികം കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. കുറച്ച് ഹാപ്പിയാണ്. അതെ, ഓടി തന്നെ ഞങ്ങൾ തീർത്തു. അറിയായിരുന്നു. നിങ്ങളുടെ പ്രണയത്തിനെ കുറിച്ച് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. അയ്യോ, പ്രണയത്തിന് ഇപ്പൊ നമ്മള് കണ്ടത് വളച്ചെടുത്തത്. അതെ, നമ്മൾ കുറെ നാളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. പെട്ടെന്ന് കണ്ട് അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാറിയതല്ല. നമ്മൾ കുറെ നാൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. അതെ, വീട്ടിൽ പറഞ്ഞു. അതെ, വീട്ടിൽ പറഞ്ഞു. എനിക്ക് വീട്ടിൽ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവരോട് സപ്പോർട്ട് തന്നെ നമ്മൾ എല്ലാവരും പോയി എല്ലാവരുടെയും വിളിച്ചൊക്കെയാണ്. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? അതൊന്നും പറയാം. ഞാനാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്റെ ഏറ്റവും കംഫർട്ട് സോണാണ്. അതുകൊണ്ട് ഞാൻ കാനഡയിൽ വർക്ക് ചെയ്യാം. HR അനലിസ്റ്റ് ആയിട്ട്. അമ്മയ്ക്ക് കാനഡയിൽ പോകുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ. ആ ഇന്റർവ്യൂ ഞാൻ കണ്ട സാധിച്ചല്ലോ. ആഗ്രഹം സാധിച്ചെന്നല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണെ കിട്ടിയതുകൊണ്ട്, അയാൾ അവിടെ ആയതുകൊണ്ട്. ഇനിയിപ്പം മൂവിയിലേക്കൊക്കെ വരുന്ന സാധ്യത ഇല്ല, ചെയ്യുന്നുണ്ടാവില്ല. ഫോട്ടോഷൂട്ട് അങ്ങനൊന്നും ഇല്ല. അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പുതിയ സിനിമ അപ്ഡേറ്റ് ഇറങ്ങാനുണ്ട് പടം. തമിഴ് സിനിമയിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോൾ മൂവി ചെയ്യുന്നില്ല. ഇറങ്ങാൻ പടം. ചേട്ടാ ഓക്കെ ബൈ. ഓക്കെ, ശരി.